ഞാനത് വായിച്ച് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ അല്പസമയം വചനത്തിൽ ശ്രദ്ധിക്കുക. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ട് വന്നു. അവന് ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഞാൻ 3, 4, 5 കൂടെ വായിക്കാം. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് ഈ മനുഷ്യനോട് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഭാഗം 6 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നോക്കുന്നത് പണത്തെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ, ഫൈനാൻസ് സെറ്റപ്പ് ഇല്ല എങ്കിൽ, സാമ്പത്തികം ഇല്ല എങ്കിൽ നമുക്കാർക്കും ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഫിനാൻഷ്യലി ക്രൈസിസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ ആരോഗ്യമില്ലെങ്കിലും, ആരോഗ്യമില്ല, പൈസയില്ല, എന്ത് സംഭവിക്കും? ഞാനൊരു പ്രാവശ്യം ഇവിടെ മെസ്സേജ് എടുത്തപ്പോൾ പറയാം, നടക്കുമ്പോ പോകുന്നതാണ് നല്ലത്. കേട്ടായിരുന്നോ? അല്ല, വീട് കിടന്നിട്ട് പോകുമ്പോഴല്ല, നടക്കുമ്പോ തന്നെ എന്ത് ചെയ്യണം? അങ്ങ് പോകണം. നമുക്കൊരു ത്രില്ല് വേണം. എന്തിനെ കുറിച്ചുള്ള ത്രില്ല? ദൈവത്തിന്റെ രാജ്യത്തിൽ പോകാനുള്ള ഒരു നല്ല ത്രില്ല. അപ്പൊ നമ്മൾ ഓർക്കുകയോ, ഇവിടെ മക്കളെ കെട്ടിച്ചില്ല, മകന് ജോലി കിട്ടിയില്ല, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ അവിടെ കിട്ടുന്നതിന് ഇവിടെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ മക്കളെ കെട്ടിച്ച കാര്യവും മകന് കുഞ്ഞുണ്ടാകുന്ന കാര്യവും ഗൾഫിൽ പോകുന്ന കാര്യമൊക്കെ നമ്മളിവിടെ ചിന്തിച്ചിരിക്കുന്നത്. എനിക്ക് പോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും, ഞാൻ പറഞ്ഞ ഫിനാൻഷ്യലി പ്രോബ്ലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പൊ സാമ്പത്തികം ഇല്ലാതെ ഒരിക്കലും ജീവിതം നടക്കത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു 20 വർഷം മുമ്പോട്ട് ആൾക്കാർ പൈസ ഉണ്ടായിട്ടാണ് ഇവിടെ ജീവിച്ചത്? ഒരിക്കലും അല്ല, അല്ലേ? പൈസ ഉണ്ടായിരുന്നു. ഒരുത്തന്റെ വീട്ടിലെ ചക്ക കൊടുക്കുമ്പോൾ അടുത്ത വീട്ടിലെ കപ്പ കിട്ടുമായിരുന്നു. അത് നല്ലൊരു കാലമാണ്. പക്ഷെ ഇന്നത്തെ കാലം മാറി. ഇവിടെ ഇവൻ ചോദിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഭിക്ഷ യാചിക്കുന്ന മനുഷ്യന്റെ നോട്ടം, പത്രോസും യോഹന്നാനും ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ നോട്ടമേ മാറ്റം, ഈ നോട്ടം വേണ്ടതാണ്. അവിടെ പോയാൽ എനിക്ക് എന്ത് കിട്ടും? ആ ചിന്ത വേണ്ട. ഞാൻ ഇന്ന ജോലി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മാറ്റം. ഇങ്ങനെയുള്ള നമ്മുടേതായ ലോകപരമായ ചിന്തകളെ നമ്മൾ ഓടിച്ചു വിടേണ്ട സമയങ്ങൾ കഴിഞ്ഞു. അതിന് നല്ലൊരു മാതൃകയാണ് പത്രോസും യോഹന്നാനും. യേശു കർത്താവ് തന്നെ ശുശ്രൂഷയ്ക്ക് ഇവരെ അയക്കുമ്പോൾ പ്രത്യേകിച്ച് 12 പേരെ അയക്കുന്നു, അതിനുശേഷം 70 പേരെ അയക്കുന്നു, അല്ലേ? 12 പേരെ തിരഞ്ഞെടുക്കുന്നു, അതിനുശേഷം 70 പേരെ തിരഞ്ഞെടുക്കുന്നു, പിന്നെ 120, അങ്ങനെ കൂടുകയും. അപ്പൊ ഇവരെയൊക്കെ കർത്താവ് തന്നെ വേലയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം അയക്കുമ്പോൾ, ദൈവം അവരോട് പറയുക, യേശു അവരോട് പറയുക, നിങ്ങൾ ഒന്നും കയ്യിലെത്തിയരുത്. അതാ കർത്താവിന്റെ പേര്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന, കഴിഞ്ഞല്ല 5-6 വർഷം മുൻപ് ഉപവാസ പ്രാർത്ഥനയിൽ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന കേട്ടായിരുന്നല്ലോ, അല്ലേ? അവര് ഹെലികോപ്റ്റർ വേണം, കുമ്പനാട്ടും തിരുവല്ല വരെ പോയി ശുശ്രൂഷിക്കാൻ എല്ലാം വേണം. ഇങ്ങനത്തെ കാര്യത്തിലേക്ക് പോയിരിക്കുക. 10 പേര് മതി, പക്ഷെ അവര് കർത്താവിന്റെ രാജ്യത്തിൽ പോകുന്നവരായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരമാണ്, ഇവിടെ യേശു കർത്താവ് 2 പേരെ അയച്ചു. പക്ഷെ ഇവരോടൊക്കെ യേശു പറഞ്ഞത്, നിങ്ങൾ കയ്യിൽ ഒന്നും എന്തിയരുത്, നിങ്ങൾക്കുള്ളത് പോകുന്ന വഴിയിൽ ദൈവം കരുതും. ആ ഒരു വലിയ പ്രത്യാശ. ഇത് പണ്ടുള്ള ദേവദാസ്, ഇന്നത്തെ ദേവദാസന്മാർക്കില്ല. ഇല്ല, ഞാൻ ഉൾപ്പെടെ പറയാം, ഇല്ല. എന്തിനാ? പണ്ടുള്ളത് അങ്ങനെയല്ലായിരുന്നു. പത്രോസ് നമുക്കൊരു മാതൃകയാണ്, അല്ലേ? 3 കപ്പൽ സ്വന്തമായി, ഇഷ്ടംപോലെ ജോലിക്കാര്, പണം. നമ്മളൊക്കെ 5 അടി, ഞാനൊക്കെ 5 അടി 8, 9 ഇഞ്ച് പൊക്കമുണ്ട്. 4.5 അടി പൊക്കം പൗലോസിനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3.25 കോടി ആസ്തി അന്നുണ്ടായിരുന്നു. 40 വയസ്സിന് മുൻപ് തന്നെ
പൗലോസിന് 3.5 കോടി, ഞാൻ ഇന്ന് രാവിലെ ഇത് കുറെ 2012 എന്റെ ഡയറിയിൽ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തപ്പോൾ ഞാൻ അതിനെ പരിചയപ്പെടുത്തിയൊരു മെസ്സേജ് ഇങ്ങനെ കൈ വന്നത്. പൗലോസ് അപ്പോസ്തലന് 40 വയസ്സിന് മുൻപ് 3.5 കോടിയുടെ ആസ്തി അന്നുണ്ടായിരുന്നു. 3.5 കോടി വിട്ടിട്ടാ പുള്ളി കർത്താവിന് വേണ്ടി ഇറങ്ങി. പറ്റുമോ നമുക്ക്? ഇവിടെ 500 രൂപ കൊടുത്തിട്ട് 25 കോടി എപ്പോഴടിക്കുന്നെന്ന് പറഞ്ഞ് കാത്തിരിക്കുക, വിശ്വാസി ഉൾപ്പെടെ, അല്ലേ? പക്ഷെ പൗലോസ് ഈ 3.5 കോടിയുടെ ആസ്തി കളഞ്ഞിട്ട് അന്നത്തെ കാലത്തിൽ, അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അന്നത്തെ ആസ്തി 3.5 കോടിയുള്ള പൗലോസ് ഇന്ന് ആരായിരുന്നു? അല്ലേ? അംബാനിയും മറ്റേ മുകേഷും ഒന്നുമല്ല, അത്ര വലിയൊരു മഹാൻ. പക്ഷെ ദൈവം ഇന്ന് പൗലോസിനെ പ്രസംഗിക്കാത്ത സഭകൾ ഇല്ലാതാക്കി. അത്രമാത്രം ദൈവം പൗലോസിന്റെ ശുശ്രൂഷമായി ചെയ്യുന്നു, അല്ലേ? ഇവിടെ ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്തെ പ്രാർത്ഥനാ സ്ഥലത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ, അമ്മയുടെ ഉദരത്തിൽ വെച്ച ഇവനാരാ? ഇവനൊരു ഡിസേബിളാണ്, ഇവനൊരു വൈകല്യമുള്ളവനാണ്. അപ്പൊ ആ മകനെ പ്രസവിച്ചതിന് ശേഷം അപ്പനും അമ്മയും വിചാരിച്ചു ഇവനെ എങ്ങനെ നടത്താം, ഇവനെ എങ്ങനെയാ പോറ്റി പുലർത്തുന്നത്, ഇവനെ എങ്ങനെയൊന്ന് സംരക്ഷിക്കേണ്ടത്, ഇവനെ എങ്ങനെ ഇവന്റെ ജീവകാലം ഇവനെ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ള വേദന കിടക്കുമ്പോൾ ആ ഒരു യൂണിയൻകാർ വന്നിട്ട് പറയും, ഞങ്ങൾ ഇവനെ അഡോപ്റ്റ് ചെയ്തു, ഞങ്ങൾ ഇവനെ ദത്തെടുത്തു. എന്തിനു വേണ്ടിയാ ദത്തെടുത്തത്? ഞങ്ങൾക്ക് ഭിക്ഷയായിരിക്കുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഇവനെ കൊണ്ടുപോകണം. ഞങ്ങളൊരു യൂണിയനായിട്ടുണ്ട്, എവിടെയെങ്കിലും ഒക്കെ ആള് കൂടുന്നെടുത്ത് ഭിക്ഷയായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഇവരെ ആ ഭിക്ഷാടനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുക. അപ്പനും അമ്മ വിചാരിച്ചു, ശരിയാ, കൊണ്ടുപോയിക്കോളാം, വേറെ പണിയില്ലല്ലോ, വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഇതാ മനുഷ്യന്റെ ധാരണ. അപ്പനും അമ്മയും ഈ ചെറുക്കനെ അമ്മയുണ്ടാവല്ലേ, അപ്പനില്ലാതെ അവനുണ്ടാകത്തില്ലല്ലോ. അവന് അപ്പനും ഉണ്ട്, അമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ ആരുടെ കൂട്ടത്തിൽ പെട്ടു? ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ. ഭിക്ഷക്കാരെന്താ ചെയ്യുന്നത്? ഇവന് കിട്ടുന്നതിന്റെ 4-1 ഏജന്റ് എടുക്കും, ബാക്കി 4-3 പേരുണ്ട്. അങ്ങനെ ഇവരെ ബിസിനസ് ആക്കി, കച്ചവടമാക്കി മാറ്റിയ ആൾക്കാര് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ കൊണ്ട് ഭിക്ഷയാചിക്കാൻ ഇരുത്തിയിരിക്കുകയാണ്. ഇവന്റെ ജോലി ഭിക്ഷയാചിക്കുക, വല്ലതും മറ്റുള്ളവരിൽ നിന്ന് പ്രാപിക്കാൻ, ഔദാര്യമായി കിട്ടുന്നത്, ദാനം കിട്ടുന്നത് അനുഭവിക്കാനായിട്ടിരിക്കുക. ദാനം കിട്ടുന്നത് അനുഭവിക്കാൻ വേണ്ടിയുള്ള വിളിയല്ല, നമ്മുടെ വിളി ദൈവം തരുന്നത് അനുഭവിക്കാനായിട്ടാണ്, അല്ലേ? അതിനെ ആരെ നോക്കണം? ആ ദൈവത്തെ നോക്കണം, അല്ലെങ്കിൽ പറ്റത്തില്ല. എപ്പോഴും അതാണ് സങ്കീർത്തനക്കാരൻ എപ്പോഴും സഹിച്ചതിന്റെ ഒരു മെസ്സേജ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മൾ ആരെ ആശ്രയിച്ചോണം? ദൈവത്തെ. നമ്മുടെ ട്രസ്റ്റ് ആൻഡ് ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിനാണ് നമ്മുടെ, അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ നേരായ നടപ്പെന്ന് പറയുന്നത്. ഇവൻ വിചാരണത്തിന് വേണ്ടി ഇരിക്കുമ്പോ പത്രോസും യോഹന്നാനും വന്നു. എന്തെങ്കിലും കിട്ടുമെന്നോർത്ത് ഇവരുടെ മുമ്പിൽ കൈനീട്ടി പത്രോസ് പറയുക, വെള്ളിയും പൊന്നും നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് തരാൻ ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾ കണ്ടറിഞ്ഞ സകലം തരുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, സകല വഴികളും തുറന്നു തരുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, സകല നന്മകളും തുറന്നു തരുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തു. എത്രവർക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് പറ്റും? എത്രവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പറ്റും? അവനെ പോലെ ആരാധ്യനാരുമില്ല, അവനെ പോലെ സ്തുത്യനാരുമില്ല. അവൻ മാത്രം ദൈവം, അവൻ മാത്രം വെറുക്കപ്പെട്ടവൻ, അവൻ മാത്രം മരിച്ചവൻ, അവൻ മാത്രം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവജനത്തിന് വേണ്ടി ജീവിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഭയങ്കരമാണ്! വെള്ളിയും പൊന്നും ഈ പരിപാടിക്ക് വേണ്ടിയാണെങ്കിൽ ഒരാളെ സമീപിക്കരുത്. ദൈവത്തിന്റെ നല്ല സാക്ഷ്യം അനുഭവിക്കാൻ തയ്യാറാവുക. അടുത്തത്, വെള്ളിയും പൊന്നും എനിക്കില്ല, നസറേനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് കൽപ്പിച്ചു. എന്താ സംഭവിച്ചത്? അടുത്തത്, അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആരാ? ആ മുടന്തനാ, വൈകല്യമുള്ളവനാ. പക്ഷേ യേശുവിനെ കെട്ടിയപ്പോ എന്റെ കാലും നരിയാണിയും ഉറച്ചു. ഓ, ഇതാ യേശുവിനെ കെട്ടിയാലുണ്ടല്ലോ ക്ഷീണിച്ചിരിക്കത്തില്ല. യേശുവിനെ കെട്ടിയാൽ നമ്മുടെ പേര് തന്നെ മാറും.
യേശുവിനെ കിട്ടിയാൽ നമ്മുടെ സാക്ഷ്യം തന്നെ മാറും. ഹല്ലേലൂയ. കാലും നരിയണിയും ഉറച്ചു. അവൻ നടന്നു നോക്കി, അവൻ തുള്ളി നോക്കി, അവൻ ചാടി നോക്കി. യേശുവാണല്ലോ എന്നെ നടത്തും. ഒരു നാളിൽ വിജയത്തില്ല, അത് കുറുകി പോകത്തില്ല. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഈ ഹോളിനകത്ത് വ്യാപരിക്കുവാൻ, വരുന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, ആ പൊന്നുകരം എന്റെ നേരെ ഒന്ന് നീട്ടണമേ, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ, എന്റെ നരിയാണെ ഒന്ന് ഉറപ്പിക്കണമേ, എന്റെ കാലുകളെ ഒന്ന് ഉറപ്പിക്കണമേ, എന്റെ മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്തണമേ, എന്റെ ചിന്താഗതികളെ ഒന്ന് മാറ്റിമറിക്കണമേ, അത്ഭുത സാക്ഷ്യത്തിന് വേണ്ടി എന്നെ ഒരുക്കണമേ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ശൂന്യതകൾ, ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത, ഞാൻ അനുഭവിക്കുന്ന നിന്ദ, ഞാൻ അനുഭവിക്കുന്ന പരിഹാസം, ഞാൻ അനുഭവിക്കുന്ന എല്ലാ തിക്താനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ മാറണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? കരമടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ എത്ര പേര് തയ്യാറാണ്? ഈ കർത്താവ് നിങ്ങളെ തൊടുന്നത് എത്ര പേര് അനുഭവിക്കുന്നു? യേശു നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് എത്ര പേര് ആഗ്രഹിക്കുന്നു? കർത്താവേ, ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ ശൂന്യതകളിൽ ദൈവത്തിന്റെ പണി നടക്കട്ടെ, ഞങ്ങളുടെ വേദനകളിൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. കാലുകൾ ഉറക്കട്ടെ, നരിയാളുകൾ ഉറക്കട്ടെ, മനസ്സ് ധൈര്യപ്പെടട്ടെ, ഹൃദയം സ്ഥിരമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നന്ദി കർത്താവേ, അങ്ങേക്ക് സ്വാഗതം. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അങ്ങേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് സ്വാഗതം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. സർവശക്തനും സർവാധികാരിയും സർവവ്യാപിയുമായ നിങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. അപ്പ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാദത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്നയോളം ഞങ്ങളെ നടത്തിയ ദൈവം, ഇന്നയോളം ഞങ്ങളെ കരുതിയ ദൈവം, ഇന്നയോളം ഞങ്ങളെ പുലർത്തിയ ദൈവം ഇന്ന് ഞങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും തിരിച്ചറിയുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. വാഹന സൗകര്യത്തിന്റെ പ്രശ്നത്താൽ വരാൻ സാധിക്കാത്തവരെ ഞങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രകളിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. വഴിയാത്രക്കാരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പട്ടണത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭ അത്ഭുതത്തിന്റെ സഭയായി മാറട്ടെ, അത്ഭുത സാക്ഷ്യം ഒഴുകുന്ന സഭയായി സ്വാമിയെ കർത്താവ് ഒരുക്കിയാട്ടെ. ഇവിടുത്തെ ജനങ്ങളെ കർത്താവ് മാനിക്കണമേ, ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. അങ്ങേ പാടി മഹത്വപ്പെടുത്തുക. പിന്നെ ദൈവം നിങ്ങൾക്ക് കൃപ തന്നാട്ടെ. അല്പസമയം പാദത്തിലിരിക്കും ഞങ്ങളോട് സംസാരിക്കണം. എല്ലാ മാനവും മഹത്വവും എല്ലാ പുകഴ്ചയും ബഹുമാനവും ത്രിയേക ദൈവത്തിന് മാത്രമേ പ്രഭാതത്തിൽ കരയിട്ടുള്ളൂ. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. നല്ല ആമേൻ പറ.